ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ കാണാൻ പോയതാട്ടോ. ഇത് വിറ്റ്ബിയിലെ ലാൻഡ്മാർക്ക് സിനിമാസിലാണ് കാണാൻ പോയത്. ഏറ്റവും ഫ്രണ്ടിൽ 2 റോ ഒഴിച്ചിട്ട് ബാക്കി സീറ്റ്സൊക്കെ ഒക്കുപ്പൈഡ് ആയിരുന്നു. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ തിയേറ്റർ ശരിക്കും സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടിരുന്ന് കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ റിക്ലൈനർ ചെയറായിരുന്നു. അപ്പോൾ കിടക്കോ ഇരിക്കോ ഒക്കെ നമ്മുടെ സൗകര്യമായിരുന്നു. അങ്ങനെ തിയേറ്ററിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ വീഡിയോ ഗെയിംസ് മാതിരി കുറേ സംഭവങ്ങളുണ്ട്. അത് പിള്ളേർക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയാണെങ്കിലും പേരൻസിന് വലിയ റിലാക്സേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇരട്ടി കാശ് അവിടെ പോയി കിട്ടും. ടിക്കറ്റ് ട്യൂസ്ഡേ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു $12 വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും ചൊവ്വാഴ്ചയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്താൽ, അതായത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ വെച്ച് ടാപ്പ് ചെയ്താൽ ഫോട്ടോസ് കിട്ടും. എന്നിട്ട് പിന്നെ ഇവൾ പറഞ്ഞു പോപ്കോൺ വേണമെന്ന്. പിന്നെ നമ്മൾ അങ്ങനെ പോയി ഒരു പോപ്കോണൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോഴേക്കും മൂവിക്കുള്ള ടൈമായിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ കയറുമ്പോൾ ശരിക്കും തിയേറ്റർ അത്രയും ഒക്കുപ്പൈഡ് അല്ല. പക്ഷേ ഒരു 3 മിനിറ്റ് ഒരു ആഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എന്നിട്ടാണ് സ്റ്റാർട്ടായത്. ഞങ്ങളുടെ മൂവി ശരിക്കും 7:50ക്കാണ് സ്റ്റാർട്ടായത്. ഞങ്ങൾ അവിടെ ഒരു 6:30 ആയപ്പോഴത്തേക്കും എത്തിയായിരുന്നു. ഞങ്ങൾ ശരിക്കും ഓൺലൈനിൽ നോക്കുമ്പോൾ വിചാരിച്ചിരുന്നത് 7:10 മൂവി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്ക്രീൻ മാറിയിട്ട് ഞങ്ങളുടെ മൂവി 7:50 അപ്പോൾ ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ശരിക്കും പറയല്ലോ, ഞാൻ പല ഭാഗങ്ങളും നല്ലോണം പേടിച്ച് പോയായിരുന്നു മൂവി കണ്ടിട്ട്. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ പാർട്ട് 1ഉം 2 ഒക്കെ കണ്ടവർക്കറിയാം, നമ്മൾ നല്ലോണം പേടിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ നല്ലോണം പേടിയില്ലാത്തവരും ഇത് കാണാൻ ധൈര്യമുള്ളവരും മാത്രം പോയി കണ്ടാൽ മതി. പിന്നെ തിയേറ്ററിൽ വേറെ കുഞ്ഞു പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല, ഇവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുന്നു. ബൈ ബൈ.